എല്ലാ ചങ്ങായിമാർക്കും മുത്തൂസിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു ആഘോഷമൊക്കെ വരുന്നേരം ഇപ്പോൾ കൂടുതലും എന്താ ചെയ്യുക, വാട്സപ്പ് കൂടെ അതുപോലെയുള്ള മീഡിയ കൂടെയാണ് സന്ദേശങ്ങൾ. എന്താ വെച്ചാൽ ഇപ്പം ഒന്ന് പ്രത്യേകിച്ച് ഈ കൊറോണ ടൈമിൽ എല്ലാവർക്കും നേരിട്ട് കാണണമെന്നാകില്ല. അപ്പം സുഹൃത്തുക്കൾക്ക് നല്ല അടിപൊളി സന്ദേശങ്ങൾ അയക്കും. ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കുന്നേരം സൂപ്പർ സ്റ്റിക്കറുകൾ, അട്രാക്റ്റീവായിട്ടുള്ള ആശംസ സ്റ്റിക്കറുകൾ നമ്മൾ വാട്സപ്പ് കൂടെ സെൻഡ് ചെയ്യും. പക്ഷേ വാട്സപ്പിൽ നമുക്ക് അധികം സ്റ്റിക്കറൊന്നും കിട്ടുകയില്ല. ഇങ്ങനെ വാട്സപ്പ് കൂടെ അടിപൊളി സ്റ്റിക്കറുകൾ, വെറൈറ്റി സ്റ്റിക്കറുകൾ അയക്കാനുള്ള ട്രിക്കാണ് വീഡിയോ. തീർച്ചയായിട്ടും ആഘോഷ സമയങ്ങളിൽ ഇപ്പോൾ ക്രിസ്മസ് മാത്രമല്ല, ഇനി ന്യൂ ഇയർ വരുന്നുണ്ട്. അതുപോലെ ഏത് ആഘോഷമായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റിക്കർ പാക്ക്. നോർമലായിട്ട് വാട്സപ്പിൽ നമുക്ക് സ്റ്റിക്കറുകൾ ഉണ്ടെങ്കിലും അതിൽ ഇതുപോലെയുള്ള ആഘോഷത്തിൽ നിന്നുള്ള അടിപൊളി സ്റ്റിക്കറുകളൊന്നും നമുക്ക് കിട്ടുകയില്ല. ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ കിട്ടാൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഓൾ ഫെസ്റ്റിവൽ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ചെറിയൊരു സ്റ്റിക്കർ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെ നമുക്ക് ഇതിന്ന് സ്റ്റിക്കറുകൾ വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ആ സ്റ്റിക്കർ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുക, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാണ് ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ഫെസ്റ്റിവൽ സ്റ്റിക്കേഴ്സ്, ഷെയർ ടു ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഫെസ്റ്റിവൽ സ്റ്റിക്കർ എന്നുള്ള ഒന്നാമത്തെ ടാബ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ സ്റ്റിക്കർ പാക്കുകൾ വരും. അതിൽ മേലെ മേരി ക്രിസ്മസ് ഗ്രീറ്റിങ്സ്, സാന്താ സ്റ്റിക്കർ, അങ്ങനെ കുറേ സ്റ്റിക്കറുകളുണ്ട്. ഇതിൻ്റെ താഴോട്ട് പോകുന്നതോറും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ദീപാവലി, അങ്ങനെ കുറേ സ്റ്റിക്കർ പാക്കുകളുണ്ട്. ഏതാണോ നമുക്ക് വേണ്ടത് അതിന് നേരെയുള്ള പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നൊരു ആഡ് വരും. ആഡ് ഒന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ വാട്സപ്പിൽ ഇത് ആഡ് ആവും. നമുക്കിതൊന്ന് നോക്കാം. ആഡ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ വാട്സപ്പ് ഓപ്പൺ ആവും. വാട്സപ്പിലേക്ക് അത് ആഡ് ആവും. നമുക്ക് രണ്ട് വാട്സപ്പിൻ്റെ ഏത് വാട്സപ്പാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആഡ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിലെന്തൊക്കെയാണ് സ്റ്റിക്കറുകളിലെന്ന് ഇവിടെ കാണിക്കുകയും ചെയ്യും. ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്കർ എന്നുള്ള സെക്ഷൻ എടുത്താൽ പുതിയൊരു ഐക്കൺ കൂടി ഇവിടെ വന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്ത സ്റ്റിക്കറുകളാണ് കിട്ടും. കണ്ടോ, അടിപൊളി. ഇഷ്ടമുള്ള സുഹൃത്തുക്കൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക, ബൂസ്റ്റ് ആയിക്കോട്ടെ. ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓലും കൂടി പുതിയ സ്റ്റിക്കറുകൾ ഉപയോഗിക്കട്ടെ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.